എല്ലായ്പ്പോഴും കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്ന ശശി തരൂർ സ്വയം തേടുന്നത് പുറത്തേക്കുള്ള വഴിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പരസ്യമായി പിന്തുണയ്ക്കുന്ന തരൂർ ഇതിനകം തന്നെ സംഘപരിവാർ നേതൃത്വത്തിനെയും അണികളുടെയും പ്രിയപ്പെട്ട നേതാവായിട്ടുണ്ട്. കൃത്യവും വ്യക്തവുമായ ഒരു രാഷ്ട്രീയ അട്ടിമറിക്കാണ് BJP ദേശീയ നേതൃത്വം ഇപ്പോൾ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ശശി തരൂർ BJPയിലേക്ക് എത്തും. അതിനി എത്തരത്തിലാകുമെന്നതാണ് ചോദ്യം. കോൺഗ്രസിൽ നിന്നും പുറത്തായിട്ടാണോ അതോ രാജിവെച്ചിട്ടാണോ എന്നാണ് അറിയേണ്ടത്. അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് BJP അണിയറയിൽ കരുക്കൾ നീക്കുന്നത്. ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തിത്വം BJPയിൽ എത്തിയാൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാമെന്നതാണ് BJP നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. പെട്ടെന്ന് പ്രേരിപ്പിച്ചതിന് പിന്നിൽ K. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയ രാഷ്ട്രീയ സാഹചര്യമാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്റെ ചൊൽപ്പടിയിൽ കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ടുവരാൻ നടത്തുന്ന വെട്ടിനിരത്തൽ വൻ പൊട്ടിത്തെറിയിലേക്കാണ് കോൺഗ്രസിനെ കൊണ്ടുപോകുന്നത്. K. സുധാകരൻ ഇതിനകം തന്നെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. MPമാരും MLAമാരും ഉൾപ്പെടെ അനവധി പ്രമുഖ നേതാക്കളാണ് കടുത്ത അസംതൃപ്തിയിലുള്ളത്. ഈ ഭിന്നത പൊട്ടിത്തെറിയിലും പിളർപ്പിലും വരെ എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ അവസരം ഫലപ്രദമായി ഉപയോഗിച്ചാൽ തരൂരിനോടൊപ്പം ജനപ്രതിനിധികൾ ഉൾപ്പെടെ കോൺഗ്രസിലെ വലിയൊരു നിര തന്നെ അടർത്തിയെടുക്കാനാകുമെന്നതാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഇത് മുന്നിൽ കണ്ടാണ് തരൂരിനെ അടർത്തിയെടുക്കാനുള്ള നീക്കത്തിന് BJP വേഗത കൂട്ടിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ പരമാധികാര ബോഡിയായ AICC വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം MPയുമായ ശശി തരൂർ BJPയിലേക്ക് പോകുമെന്ന കാര്യം ഏതാണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡും നിലവിൽ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്.